മുഹറം വരാൻ പോവുകയാണ്. പുതിയ ഒരു വർഷത്തിലേക്ക്, ഹിജ്റ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദുൽഹജ്ജ് 30 ദിവസം ഉണ്ടാവുകയാണെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച മുഹറം 1 ദുൽഹജ്ജ് 29 ദിവസമാണെങ്കിൽ അടുത്ത വ്യാഴാഴ്ചയായിരിക്കും ദുൽഹജ്ജ് 1. പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, മുഹറമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരു കഥ എവിടെയോ വായിച്ചത് ഓർത്തു പോവുകയാണ്. ഒരു രാജാവിൻ്റെ കഥയാണ്. രാജാവ് ആർക്ക് വേണമെങ്കിലും എത്ര ഭൂമിയും തൻ്റെ ഭൂപ്രദേശത്ത് നിന്ന് അളന്നെടുക്കാം എന്ന് ഒരു വിളംബരം നടത്തി. ആ വിളംബരം കേട്ട ഉടനെ ആവശ്യക്കാർ രാജാവിൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് ആവശ്യമായ ഭൂമി ചോദിച്ച് വാങ്ങി കൃഷി ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. ഇതറിഞ്ഞ് വളരെ ആർത്തി പിടിച്ച ഒരാൾ സദസ്സിലെത്തി. അയാൾ ചോദിച്ചത്, ഒരു മനുഷ്യന് പരമാവധി എത്ര ഭൂമി നൽകും രാജാവേ എന്ന്. രാജാവിൻ്റെ മറുപടി, ഒരു ദിവസം കൊണ്ട് എത്ര ദൂരം ഓടിയെത്താമോ അത്രയും ഭൂമി നിനക്ക് സ്വന്തമാക്കാം എന്നായിരുന്നു. അതോടൊപ്പം ഓട്ടം ആരംഭിക്കേണ്ട സ്ഥലവും രാജാവ് നിർണയിച്ചു കൊടുത്തു. മറുപടി കേട്ടപ്പോൾ അയാൾക്ക് വല്ലാത്ത സന്തോഷമായി. കാരണം ഓടിയെത്തിയ ഭൂമി മുഴുവൻ സ്വന്തമാക്കാനുള്ള അവസരമാണല്ലോ. പരമാവധി ഭൂമി സ്വന്തമാക്കണമെന്ന ആർത്തിയോടെ അയാൾ ഓട്ടം ആരംഭിച്ചു. ശരീരം ക്ഷീണിച്ചു, കാല് കുഴഞ്ഞു. പക്ഷെ അയാൾക്ക് ഓട്ടം നിർത്താൻ തോന്നിയില്ല. അയാൾ അതിവേഗം ഓടുകയാണ്. വിശപ്പ് അകറ്റാനോ ദാഹമകറ്റാനോ ഒരു നിമിഷം പോലും അയാൾ എവിടെയും നിന്നില്ല. ഒരടി ഭൂമി അധികം ലഭിക്കണമെന്ന ചിന്തയായിരുന്നു അയാളുടെ മനസ്സിൽ. ഒടുവിൽ ആ പകല് അസ്തമിക്കാൻ നേരം അയാൾ തളർന്നു വീണു. അവിടെ കിടന്ന് അയാൾ മരിച്ചു. ഇയാൾ ഓടുന്ന ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ നിയുക്തനായ ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അയാൾ 6 അടി താഴ്ചയുള്ള കുഴിയുണ്ടാക്കി ഇയാളെ അതിലേക്ക് തട്ടിയിട്ടു. ഈ നോക്കി നിന്ന മനുഷ്യന്മാർ പറഞ്ഞു, ഒരു മനുഷ്യന് വേണ്ടത് 6 അടി മണ്ണ് മാത്രമാണ്. ഇതൊരു കഥയാണ്. ഒരു വർഷം കഴിയുമ്പോൾ, ഒരു വർഷം നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ ഈ കഥയ്ക്ക് ഒരുപാട് അർത്ഥമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കേവല കഥയല്ല ഇത്. ഒരുപാട് അർത്ഥമുണ്ട്. നമ്മളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മനുഷ്യൻ ചിന്തിച്ചതുപോലെയാണ്. നമ്മളൊക്കെ ഓടുകയാണ് ഈ മനുഷ്യൻ ഓടിയതുപോലെ. എങ്ങനെ ദുനിയാവ് കൂടുതൽ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് ഓരോരുത്തരും ആലോചിക്കുന്നത്. അതിനപ്പുറം
ഉണ്ടാക്കിയതിന് ദുനിയാവിനെ അനുഭവിക്കുന്നതിനെക്കുറിച്ചോ ആസ്വദിക്കുന്നതിനെക്കുറിച്ചോ ആരും ആലോചിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മുമ്പിൽ എല്ലാ ദിവസവും മരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പരലോകത്തെക്കുറിച്ച് നിരന്തരമായി ഓർമ്മപ്പെടുത്തലുകളുണ്ട്. പക്ഷേ ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മളൊക്കെ ഈ മനുഷ്യൻ ഓടിയതുപോലെ ഓടുകയല്ലേ? നമ്മൾ ആലോചിക്കണം, നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോൾ നമ്മുടെ ശാശ്വതമായ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള എന്തെങ്കിലും ഒരു പാഥേയം തസവ്വദു ഫഇന്ന ഖൈറ സാദി തഖ്വ എന്ന് പറഞ്ഞല്ലോ. നമ്മുടെ കയ്യിൽ വല്ലതും ഉണ്ടോ? അതോ ഈ നിരാശനായ ഈ മനുഷ്യനെ പോലെ ഓടി നമ്മളും അവസാനം ക്ഷീണിച്ച് ഒരു കുഴിയിലേക്ക് നമ്മളെയും തട്ടിയിടുന്ന ഒരവസ്ഥയിൽ തന്നെ ആയിരിക്കുമോ? നമ്മൾ ആലോചിക്കേണ്ടതാണ്. ലോകം വെട്ടിപ്പിടിക്കാൻ ഇറങ്ങിയ ഒരുപാട് ഭരണാധികാരികളുണ്ട്. ഇപ്പോഴും നാം കേൾക്കുന്നത് യുദ്ധത്തിൻ്റെ വാർത്തകളാണ്. ഭീകരമാണ് യുദ്ധമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അധികാരത്തോടുള്ള വല്ലാത്ത ഒരു മത്ത് മനുഷ്യനെ ബാധിച്ചിരിക്കുകയാണ്. ടെക്നോളജി പുരോഗതിക്കും തോറും അധികാരത്തിൻ്റെ മത്തും പുരോഗതിക്കുകയാണ്. ഈ വെട്ടിപ്പിടിക്കാനിറങ്ങിയ രാജാക്കന്മാരും ഭരണാധികാരികളുമൊക്കെ അവസാനം ഈ ഓടിത്തീർത്ത മനുഷ്യനെ അവന് കിട്ടിയത് എന്താണോ അതാണ് അവർക്കൊക്കെ കിട്ടാനുള്ളത്, നമുക്കും. ഇതാണ് മുഹറം നൽകുന്ന ഏറ്റവും വലിയ ഒന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത്. കുന്നോളം സമ്പാദിച്ചവർ പോലും അതിൽ നിന്ന് ഒരു തരിയും കൂടെ കൊണ്ടുപോകുന്നില്ല എന്നതിന് നാം സാക്ഷികളാണ്. വിശുദ്ധ ഖുർആൻ വളരെ ശക്തമായി അത് പറയുന്നുമുണ്ട്. ഈ കഥയിലെ ഇതിവൃത്തമാണ് ഖുർആനും പറയുന്നത്. ഖുർആൻ ചോദിക്കുന്നുണ്ട്, കം തറകൂ മിൻ ജന്നാതി വഉയൂൻ. ഒരുപാട് വെട്ടിപ്പിടിച്ച ചക്രവർത്തിമാരുടെ കഥ പറഞ്ഞ ശേഷമാണ് ചോദിക്കുന്നത്, കം തറകൂ മിൻ ജന്നാതി വഉയൂൻ. എത്രയെത്ര തോട്ടങ്ങളാണ്, അരുവികളാണ്, ഉറവിടങ്ങളാണ് അവരൊക്കെ ഇവിടെ വിട്ടേച്ചു പോയത്. വസുറൂഇൻ വമഖാമിൻ കരീം. എത്രയെത്ര എസ്റ്റേറ്റുകൾ, എത്രയെത്ര വലിയ വലിയ പൊസിഷനുകൾ. വനഅമത്തിൻ കാനൂ ഫീഹാ ഫാക്കിഹീൻ. അവരൊക്കെ അവർക്ക് കിട്ടിയ സകല സുഖങ്ങളിലും ലയിച്ച് ജീവിക്കുകയായിരുന്നു. അങ്ങനെ അവർ ലയിച്ച് ജീവിക്കുമ്പോഴാണ് കദാലിക ഔറസ്നാഹാ ഖൗമൻ ആഖരീൻ. അവരുടേതാണെന്ന് അവർ വിചാരിച്ചിരുന്ന ഭൂപ്രദേശം, അവരുടെ രാജ്യം, അവരുടെ നാട്, അതൊക്കെ നാം മറ്റൊരു വിഭാഗത്തിന് അനന്തരാവകാശമായി നൽകി. ഈ വായത്ത് വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ ആ ചിത്രം കടന്നു വരികയാണ്. സ്വന്തമാണെന്ന് കരുതിയിരുന്ന പാർപ്പിടങ്ങൾ വിട്ട് ആരാരുമില്ലാത്ത, തുണയില്ലാത്ത ഏതോ പ്രദേശത്തേക്ക് ഒരു അഭയാർത്ഥിയായി കടന്നു പോവുകയാണ് മനുഷ്യൻ. അതുതന്നെയാണ് ജീവിതത്തിൻ്റെ അവസാനവും. വമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർദ് വമാ കാനൂ മുൻളിരീൻ. ഒരൽപ്പം അതിശയോക്തി കലർത്തിയാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ടും അവർക്ക് വേണ്ടി വമാ ബക്കത്ത്, അവർക്ക് വേണ്ടി കരഞ്ഞില്ല. അസ്സമാഉ വൽ അർദ്, ആകാശമോ ഭൂമിയോ അവർക്ക് വേണ്ടി കരഞ്ഞില്ല.
വമാ കാനൂ മുൻളരീൻ, അവർക്ക് വേണ്ടി ഒരല്പസമയം കാത്തു നിൽക്കുക പോലും ചെയ്തില്ല. നമ്മൾ ആലോചിക്കണം, എത്ര തന്നെ നാം ഉണ്ടാക്കിയാലും അതിൽ നിന്നൊരു തരി പോലും കൊണ്ടുപോകാൻ പറ്റില്ല. ഇതറിഞ്ഞിട്ടും ഇത് മനസ്സിലാക്കിയിട്ടും വെട്ടിപ്പിടിക്കാനുള്ള ആർത്തി മനുഷ്യന് വിട്ടുപോകുന്നില്ല. കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സിൻ്റെ പേരാണ് വലിയ മനസ്സ് എന്നത്. അതിനാണ് യഥാർത്ഥത്തിൽ ധന്യത എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലവട്ടം ആവർത്തിച്ചു പറഞ്ഞ ഒരു വിഷയമാണ് അത്. എന്താണ് ധന്യത, എന്താണ് സമ്പത്ത് എന്ന് നബി വിശദീകരിച്ചു. നിങ്ങൾക്കൊരുപാട് സൗകര്യങ്ങൾ ഉണ്ടാകലല്ല, സമൃദ്ധി ഉണ്ടാകലല്ല, വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്. ഗിനൻ നഫ്സ് അതൊരു പുതിയ പദമല്ല, പഴയ പദമാണ്. പക്ഷേ ബുദ്ധിയുണ്ടെന്ന് വിചാരിക്കുന്ന മനുഷ്യൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല. എവിടെയാണ് നമുക്ക് സമാധാനമുള്ളത്? നമ്മുടെ നീണ്ട ബാങ്ക് ബാലൻസിലാണോ സമാധാനം? നമ്മുടെ വലിയ വീടുകളിലാണോ സമാധാനം? നമ്മളുണ്ടാക്കുന്ന വലിയ ബിസിനസ് കൂടാരങ്ങളാണോ സമാധാനമല്ല. സമാധാനം കിട്ടേണ്ടത് വളരെ ചെറിയ ഒരു സ്ഥലത്താണ്. അതിനിത്ര ഭൂപ്രദേശം വേണ്ട, ഇത്ര വലിയ കൂടാരങ്ങൾ വേണ്ട. വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്. എവിടെയാണെന്ന് മനുഷ്യന് നിർവചിക്കാൻ പോലും പറ്റാത്ത ഒരവയവം മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുണ്ട്. അതാണ് നഫ്സ്. ആ നഫ്സിനകത്താണ് സംതൃപ്തി ഉണ്ടാകേണ്ടത്, സമാധാനമുണ്ടാകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന അതിമനോഹരമാണ്. നബി പ്രാർത്ഥിച്ചു, റബ്ബി ഖന്നിഅ്നി ബിമാ റസഖ്തനി വബാരിക് ലി ഫീമാ അഅ്തൈതനി. റബ്ബി ഖന്നിഅ്നി ബിമാ റസഖ്തനി. ഖനാഅത്ത് എന്നത് വിശ്വാസികൾക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു ഗുണമാണ്, അഥവാ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നത്. ഖന്നിഅ്നി ബിമാ റസഖ്തനി, അല്ലാഹുവേ നീ എനിക്ക് നൽകിയത് കൊണ്ട് തൃപ്തിപ്പെടാൻ എനിക്കാകണമേ എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ ആമുഖമായി പറഞ്ഞ കഥയിലെ മനുഷ്യൻ ഓടിത്തീർത്തത് എത്രയാണ്, പക്ഷെ അവസാനം അവൻ എന്ത് കിട്ടി? മറിച്ച് ഖനാഅത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതിനാണ്, പ്രാർത്ഥിക്കേണ്ടതും അതാണ്. റബ്ബി ഖന്നിഅ്നി ബിമാ റസഖ്തനി വബാരിക് ലി ഫീമാ അഅ്തൈതനി. അല്ലാഹുവേ എനിക്ക് നീ നൽകിയതിൽ എനിക്ക് നീ ബർക്കത്ത് നൽകണമേ. ഞാൻ പറഞ്ഞല്ലോ, ഖനാഅത്തും ബറക്കത്തും നമ്മുടെ സ്വകാര്യ അഹങ്കാരമാകണം. വിശ്വാസികളുടെ സ്വകാര്യ അഹങ്കാരമാണ് ബറക്കത്ത്. വേറെ ആർക്കും അത് അവകാശപ്പെടാനില്ല, പറയാനില്ല ബറക്കത്തിനെ കുറിച്ച്. അതാണ് നാം അത് ചോദിക്കുന്നത്. അല്ലാഹുവേ എനിക്ക് തന്നതിൽ നീ ബർക്കത്ത് നൽകണം. ഇവിടെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചിന്തിക്കേണ്ടത്. നമ്മുടെ ഉള്ളിൽ 10 കിട്ടിയാൽ 100 കിട്ടണമെന്ന ചിന്ത കിടന്ന് പിടയുകയാണെങ്കിൽ കിട്ടിയ 10ൻ്റെ സന്തോഷം അനുഭവിക്കാൻ നമുക്ക് സാധിക്കില്ല. ഇന്നത്തെ നമ്മുടെ ദുര്യോഗവും അതാണ്. വലിയ മാളികകൾ സ്വപ്നം കണ്ട് ഉറങ്ങുകയാണ് കുടിലിൽ കിടക്കുന്നവനെങ്കിൽ ആ കുടിലിൽ കിടക്കുന്നവന് ഉറങ്ങാൻ സാധിക്കില്ല. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഉപദേശം നാം ശ്രദ്ധിക്കേണ്ടത്. നബി തിരുമേനി പറഞ്ഞു, ഉൻളുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻളുറു ഇലാ മൻ ഹുവ അഅലാ മിൻകും. അവിടെയാണ് നമുക്ക് സമാധാനം ഉണ്ടാവുക. നിങ്ങൾ നോക്കണം, നോക്കിക്കൊണ്ടേയിരിക്കണം. എങ്ങോട്ടാണ് നോക്കേണ്ടത്? ഞാനും നിങ്ങളുമൊക്കെ ഇന്നും നോക്കിക്കൊണ്ടിരിക്കുന്നത് മുകളിലേക്കാണ്. അത് മനുഷ്യൻ്റെ ഒരു പ്രകൃതിയ ഉള്ള സ്വഭാവമാണ്. അതുകൊണ്ടാണ് തിരുമേനി ആ പ്രകൃതിയെ മാറ്റാനാണ് തിരുമേനി ഈ ഒരു വാക്യം പറഞ്ഞത്. അങ്ങനെയാണ്. ഒരു വാഹനവും ഇല്ലാത്ത കാലത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഒരു സൈക്കിൾ കിട്ടിയാൽ നന്നായിരുന്നു എന്ന്.
ഒരു സൈക്കിൾ എങ്ങനെയൊക്കെയോ അധ്വാനിച്ചുണ്ടാക്കിയപ്പോൾ എനിക്ക് തോന്നി ഒരു ബൈക്ക് കിട്ടിയാൽ തരക്കേടില്ല എന്ന്. മനുഷ്യൻ അങ്ങനെയാണ്. ഒരു ബൈക്ക് കിട്ടി അത് കുറേ കാലം യാത്ര ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഒരു 4 ചക്രമുള്ള വാഹനം കിട്ടിയാൽ നന്നായിരുന്നു. 4 ചക്രമുള്ള വാഹനം കിട്ടിയപ്പോൾ തോന്നി ഇത് പോരാ, ഒരു ന്യൂ ബ്രാൻഡ് കിട്ടണം എന്ന്. കിട്ടാവുന്ന വില കുറഞ്ഞ ഒരു ന്യൂ ബ്രാൻഡ് കിട്ടിയപ്പോൾ പിന്നെ തോന്നിയത് അതുപോരാ, നല്ല കുറച്ചും കൂടി അന്തസ്സുള്ള. ഇതാണ് മനുഷ്യൻ. ഇതൊരു വാഹനത്തിൻ്റെ വിഷയം മാത്രമല്ല, എല്ലാ വിഷയത്തിലും അങ്ങനെയാണ്. അവനോടാണ് തിരുമേനി പറഞ്ഞത്, സമാധാനം വേണോ, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്ക്. വലാ തൻദുറു ഇലാ മൻ ഹുവ അഅലാ മിൻകും, നമ്മൾ നോക്കേണ്ടത് താഴെയുള്ളവരിലേക്കാണ്. നിങ്ങൾക്കറിയാം, ഭൂലോകത്ത് ഭൂമിയിൽ ഇന്ന് നമ്മളെപ്പോലെ ഉപ്പമാർക്ക് ഉമ്മമാർക്ക് ജനിച്ച, സ്വന്തം വീട്ടിൽ ജനിച്ച, ഒരുപാട് എസ്റ്റേറ്റുകളും ഭൂമികളും തറവാടും വീടുമൊക്കെ ഉണ്ടായിരുന്ന എത്ര മനുഷ്യരാണ് ഇന്ന് ഭൂമിയിൽ റെഫ്യൂജേഴ്സ് എന്ന അഭയാർത്ഥികളെന്ന്. അത്ഭുതമാണ് കാര്യം. അഭയാർത്ഥികളില്ലാത്ത ഒരു രാഷ്ട്രം ലോകത്തില്ല. ഒന്നാലോചിച്ച് നോക്കൂ, നമ്മളെവിടെയാ നിൽക്കുന്നത് എന്ന്. നമുക്ക് സാധിക്കണം അത്. എത്ര മനുഷ്യരാണ് പട്ടിണി കിടക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ കൃത്യമായ കണക്ക് ലോകത്തിൻ്റെ മുമ്പിൽ പലരും കൊണ്ടുവരുന്നുണ്ട്. ഈ കണക്ക് എന്തിനുള്ളതാ? ഈ കണക്ക് കേവലം ഒരു സെൻസസായി മാറരുത്. കണക്കുകളൊക്കെ ഒരു സെൻസസ് പരിശോധിക്കാനുള്ളതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ പരിവർത്തിപ്പിക്കാനുള്ളതാണ്. വലാ തൻദുറു ഇലാ മൻ ഹുവ അഅലാ മിൻകും, സമാധാനം കിട്ടാനുള്ള മാർഗം മുകളിലേക്ക് നോക്കാതിരിക്കുക എന്നതാണ്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. വീടില്ലാതെ തെരുവുകളിലും പീഡികക്കോലായികളിലുമൊക്കെ കിടന്നുറങ്ങുന്നവരെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് കുടിലിൽ കിടക്കുന്നവന് സമാധാനം ലഭിക്കുന്നത്. അപ്പോഴാണ് റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യമാവുന്നത്. ചിന്തിക്കുന്നവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ റബ്ബിനോട് അടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം പരന്ന ചിന്ത ഉണ്ടാകേണ്ടതുണ്ട്. പരന്ന ചിന്ത ഉണ്ടാകണം. അവിടെയാണ് യഥാർത്ഥത്തിൽ നാം അള്ളാഹുവിലേക്ക് എത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖുദ്സിയായ ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട്, ഇദാ തഖറബൽ അബ്ദു ഇലയ്യ ശിബ്റൻ തഖറബ്തു ഇലൈഹി ദിറാഅൻ വഇദാ തഖറബ ഇലയ്യ ദിറാഅൻ തഖറബ്തു മിൻഹു ബാഅൻ വഇദാ അതാനി യംശി അതൈതുഹു ഹർവല. എത്ര മനോഹരമാണ് ആ വാക്കുന്നു. അള്ളാഹു പറയുകയാണ്, എൻ്റെ അടിമ എൻ്റെ അടുത്തേക്ക് ഒരു ചാണെടുത്താൽ ഞാനൊരു മുഴമെടുക്കും. അള്ളാഹു ഇങ്ങനെ അളവ് പറയണത് അളന്ന് പറയണതല്ല, മനുഷ്യന് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. ഒരു മുഴമെടുത്താൽ അതിനേക്കാൾ കൂടുതൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് അടുക്കും. മാത്രമല്ല, അവൻ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് ഓടി വരും എന്നാണ്. നമ്മൾ ഓർക്കണം, ഒരു മുഹറമിൻ്റെ പടിവാതിൽക്കൽ നിന്ന് നാം ആലോചിക്കേണ്ടത് ഇതൊക്കെയാണ്. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളുമൊക്കെയായി നമ്മുടെ ജീവിതം കൃത്യമായി സംവിധാനിക്കപ്പെട്ടതാ. അജലും മുസമ്മ എന്ന് പറഞ്ഞത് അതാണ്. സെക്കൻഡുകൾ പോലും സംവിധാനിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു സെക്കൻഡ് പോലും നിശ്ചയിക്കപ്പെട്ട അവധിയിൽ നിന്ന് മുമ്പോട്ട് പോകാൻ നമുക്കാവില്ല. ഇത് നമ്മൾ ഓരോ ദിവസവും അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചും നമ്മുടെ ധർമ്മത്തെക്കുറിച്ചുമൊക്കെ ചിന്തിക്കാനായിരിക്കണം ഇത്തരം പുതിയ വർഷങ്ങളുടെ തുടക്കം നാം ഉപയോഗപ്പെടുത്തേണ്ടത്, നമുക്ക് സാധിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓരോ ദിവസവും രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇന്നു മുതലെങ്കിലും നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത്, എൻ്റെ ഇന്നലത്തെ ദിവസം എത്രമാത്രം നന്മ നിറഞ്ഞതായിരുന്നു എന്നതാണ്. നമ്മൾ നന്മയുടെ ആളുകളാകേണ്ടവരാണ്. ഇന്നലെ എനിക്ക് എത്ര നന്മ ചെയ്യാൻ സാധിച്ചു എന്നതാണ് ആലോചിക്കണം നമ്മൾ. രണ്ടാമതായി നമ്മൾ ആലോചിക്കണം, എന്തൊക്കെ അരുതായ്മകൾ ഞാൻ ഇന്നലെ ചെയ്തു കൂട്ടി, എന്തൊക്കെ ചെയ്തു ഇന്നലെ.
രാത്രി കിടന്നിറങ്ങുന്നതിന് മുമ്പ് ഈ 2 ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കടന്നു വരണം. ആലോചിക്കണം. ഇത്തരമൊരു ആലോചന നമ്മുടെ ഉള്ളിൽ കടന്നു വന്നാൽ വലിയ ഒരർത്ഥത്തിൽ നമുക്ക് മാറ്റമുണ്ടാകും. നമുക്ക് മാറ്റമുണ്ടായാൽ സമൂഹത്തിൽ മാറ്റമുണ്ടാകും. നന്മകൾ വർദ്ധിപ്പിക്കുവാനും തിന്മകളുടെ തോത് കുറക്കാനും ഇത് നമ്മെ സഹായിക്കും. ഓരോ ദിവസവും ഇത്തരത്തിലുള്ള ഒരു ആത്മവിചാരണയാണ് യഥാർത്ഥത്തിൽ നാം നടത്തേണ്ടത് എന്നാണ് ഈ മുഹറമിൻ്റെ പടിവാതിൽക്കൽ നിന്നുകൊണ്ട് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ നാം ഒരാത്മവിചാരണ നടത്തിയാൽ തീർച്ചയായും ഈ വർഷം അവസാനിക്കുമ്പോൾ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ടാകും, സന്തോഷമുണ്ടാകും. ഇപ്പോൾ നമുക്ക് നിരാശയാണ്. കാരണം നമ്മൾ അത്തരം ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല ഇതുവരെ. ചോദിക്കണം നാം. കാരണം ഇത്തരം ഒരു ചോദ്യത്തിന് ഉത്തരം പറയാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധ്യമല്ലെന്ന് തിരുമേനി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴുള്ള സിസ്റ്റമൊക്കെ നഷ്ടപ്പെട്ട് മനുഷ്യന് പുതിയ ഒരു സിസ്റ്റം അള്ളാഹു സംവിധാനിക്കുന്നതിനെയാണ് ആഖിറത്ത് എന്ന് പറയുന്നത്, പരലോകമെന്ന് പറയുന്നത്. അവിടെ മനുഷ്യന് സ്വയം ചലിക്കാനോ സ്വയം ചിന്തിക്കുവാനോ സ്വയം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ സാധിക്കുകയില്ല. നമ്മളത് ഒരുപാട് തവണ വിശദീകരിച്ചതും വിശുദ്ധ ഖുർആൻ നമ്മോട് പച്ചയായി പറഞ്ഞു തന്നത്. എത്ര പച്ചയായ പറയുന്നു. മനുഷ്യന് എന്താ ബോധ്യമാകാത്തത്? അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം തുകല്ലിമുനാ ഐദീഹിം. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹു പറയുകയാണ്, ഇന്ന് നാം നിങ്ങളുടെ വായകൾക്ക് സീല് വെക്കും. ഇനി വായ കൊണ്ട് സംസാരമില്ല. നിങ്ങളുടെ കൈകൾ നമ്മളോട് സംസാരിക്കും. വതശ്ഹദു അർജുലുഹും, നിങ്ങളുടെ കാലുകൾ നിങ്ങളുടെ കൈകൾ സംസാരിക്കുന്നതിന് സാക്ഷി നിൽക്കും. ആലോചിച്ച് നോക്കൂ. എൻ്റെ സ്വന്തം ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ വായ കൊണ്ടാണ്, എൻ്റെ നാവ് കൊണ്ടാണ്. അത്തരത്തിലുള്ള ഒരു മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അത്തരത്തിലുള്ളൊരു മാറ്റം വരാൻ പോവുകയാണ്. വല്ലാത്തൊരു മാറ്റമാണത്. നിങ്ങൾ ആലോചിക്കുക. ആ മാറ്റത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. എന്തിനധികം നമ്മളേറ്റവും കൂടുതൽ പണം ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് കോസ്മെറ്റിക്സുകൾക്കല്ലേ? നമ്മുടെ സ്കിന്നുകൾ വെളുപ്പിക്കാൻ, നമ്മുടെ സ്കിന്നുകൾ നന്നാക്കാൻ. ആ സ്കിന്നുകൾ പോലും അല്ലാഹു തആല അത് പറഞ്ഞു തരുന്നുണ്ട്. നമുക്കെതിരെ സാക്ഷി നിൽക്കുകയാണ് നമ്മുടെ സ്കിന്ന്, നമ്മുടെ തൊലിപ്പുറം. ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ നമുക്ക്? നമ്മളൊരു പക്ഷേ ബയോളജി പഠിച്ചിട്ടുണ്ട്. എന്ത്? നമ്മുടെ ശരീരവും നമ്മുടെ ശരീരങ്ങളൊക്കെ നിറയെ കോശങ്ങളാൽ നിർമ്മിതമാണ്, സെല്ലുകളാണ്, ഒരുപാട് സെല്ലുകൾ. സ്കിന്നുകൾ പോലും അങ്ങനെയാണ്. ഈ സെല്ലുകൾക്കൊക്കെ ജീവനുണ്ട്. ആ സെല്ലുകൾക്ക് ജീവനുള്ളത് കൊണ്ടാണ് നമുക്ക് ജീവൻ ഉണ്ടാകുന്നത്. രോഗങ്ങളൊക്കെ വരുന്നത് അവിടെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ സ്കിന്നിൻ്റെ സെല്ലുകൾ നമുക്കെതിരെ പറയുകയാണ്, സാക്ഷി പറയുകയാണ്. നമ്മൾ ചോദിക്കുമെന്ന് അല്ലാഹു പറയുന്നു അവരോട്, ലിമ ശഹിദ്തും അലൈനാ. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈകളായിരിക്കും സംസാരിക്കാം. ചോദിക്കും അവരെന്തിനാണ് പ്രിയപ്പെട്ട തൊലി, എത്ര പണമാണ് നിന്നെ നന്നാക്കാൻ ഞാൻ ചെലവഴിച്ചത്, നിന്നെ ഭംഗി കൂട്ടാൻ ചെലവഴിച്ചത്, എന്നിട്ട് നീ എന്തിനാണ് എനിക്കെതിരെ സാക്ഷി പറഞ്ഞത്? ആലോചിക്കും. ഷഹിത്തും അലൈന. അപ്പൊ ആ തൊലിക്കൂടി സംസാരിക്കാനുള്ള അവസരം കിട്ടും അത്രേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ തൊലി സംസാരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഖാലൂ, അവര് പറയും, അൻതഖനല്ലാഹ് അല്ലദീ അൻതഖ കുല്ല ശൈ. ഞാൻ എന്ത് ചെയ്യാനാ? എല്ലാറ്റിനെയും സംസാരിപ്പിച്ച അല്ലാഹുവാണ്. ഇത് നമുക്ക് ഫേസ് ചെയ്യാനുള്ളതാ സഹോദരങ്ങളെ. നമ്മൾ ആലോചിക്കണം. അല്ലാഹുവാണ് ഞങ്ങളെയും സംസാരിപ്പിച്ചത് എന്ന് നിങ്ങൾ ആലോചിക്കും. നമ്മൾ ചിന്തിക്കേണ്ട സഹോദരങ്ങൾ. ഈ പുതുവർഷം മുഹറം, ഒരുപാട് കാര്യങ്ങളുണ്ട് മുഹറമിൽ നമുക്ക് പറയാൻ. മുഹറമിൻ്റെ സന്ദേശം പറഞ്ഞാൽ തീരുന്നതല്ല. പക്ഷെ ഏറ്റവും വലിയ സന്ദേശം ഇതാണ്. ഒരു നിമിഷത്തെ ചിന്ത മതി നമ്മുടെ ജീവിതം മുഴുവൻ മാറാൻ. ഒരു നിമിഷം മതി. നമ്മളൊന്ന് ഗൗരവത്തോടു കൂടി ശ്രദ്ധിച്ച് ഒന്ന് ചിന്തിച്ചാൽ മതി. ഏത് നിമിഷമാണ് നമ്മുടെ ജീവിതത്തിലെ വഴിത്തിരിവാവുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചിലപ്പോൾ ചില ചോദ്യങ്ങളാകും, അല്ലെങ്കിൽ ചില ഉത്തരങ്ങളാകും, അല്ലെങ്കിൽ ചില സംശയങ്ങളാകും. അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറുക.
നമ്മൾ ചിന്തിക്കണം സഹോദരന്മാരെ, മാറാൻ സാധിക്കണം. ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചരിത്രത്തിലെ ഒരു കഥാപുരുഷനാണ്. അദ്ദേഹം ജീവിച്ചിരുന്നോ ഇല്ലയോ, ആരായിരുന്നു, ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഒരു കഥ പറയുന്നുണ്ട്. ഞാൻ ഈ കഥയൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഞാൻ തുടങ്ങിയതിന് ഒരു കഥ പറഞ്ഞ് തുടങ്ങിയത് എന്തിനാന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ കുറച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ്. കുറച്ചും കൂടി ചിന്തിക്കണം. നമ്മളെക്കുറിച്ച് ഇനി ചിന്തിക്കാൻ നമുക്ക് വേറെ ഇടം കിട്ടിക്കൊള്ളണമെന്നില്ല. ഈ ചിന്ത നിർത്തിയാൽ നമ്മൾ അവസാനിക്കും. അത് നമ്മൾ ഓർക്കണം. ഇബ്രാഹിം ഇബ്നു അദ്ഹം, അദ്ദേഹം ഒരു നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ആളായിരുന്നു അത്രേ. ഇദ്ദേഹത്തിൻ്റെ വലിയ ഹോബിയായിരുന്നു അദ്ദേഹം മൃഗങ്ങളുടെ പിന്നാലെ ഓടുക എന്നത്. ഏറ്റവും സ്പീഡുള്ള മൃഗങ്ങളുടെ പിന്നാലെ അദ്ദേഹം ഓടുമായിരുന്നു. ഒരു മാനിൻ്റെ പിന്നാലെ അദ്ദേഹം വളരെ ദൂരം ഓടി. മാനിൻ്റെ പിന്നാലെ, മാന് ഭയങ്കര സ്പീഡുള്ള ജീവിയാണ് അത്രേ. ഓടി ഓടി കുറേ ഓടിയപ്പോൾ അദ്ദേഹം ഒരു അശരീരി കേട്ടു എന്നാണ്. ഇതാണോ താങ്കളുടെ ജന്മനിയോഗം? ഒരു മാനിൻ്റെ പിറകെ ഓടാനാണോ താങ്കളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ആലോചിച്ച് നോക്കൂ. ചരിത്രം പറയുന്നത് ആ ഒരു അശരീരിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് മാറ്റം വരുത്തിയത് എന്നാണ്. നമ്മൾ ആലോചിക്കണം. നമ്മൾ ഓടുകയാണ് ഒരുപാട് മാനുകളുടെ പിറകെ. ഒരശരീരിയും കേൾക്കാൻ നമുക്ക് സമയമില്ല. ഒരശരീരിയും പല അശരീരികളും കേൾക്കുന്നുണ്ട്. ഫിസിക്കലായി, ജീവിതത്തിൽ സംഭവങ്ങളായി നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് പലതരത്തിലുള്ള അശരീരികളും കടന്നു വരുന്നുണ്ട്. പക്ഷേ ചിന്തിക്കുന്നില്ല. നമ്മൾ ആലോചിക്കണം. നമ്മൾ ഓടുന്നത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെയാണോ? ഓടേണ്ടതിൻ്റെ പിറകെ തന്നെയാണോ ഓടുന്നത്? ഈ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കണം. അപ്പോഴേ നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ സാധിക്കൂ. അവിടേക്കാണ് നാം എത്തേണ്ടത്. അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ച് ലോകം ഒരുപാട് ചർച്ച ചെയ്തതാണ്. അത് ഇബ്രാഹിം ഇബ്നു അദ്ഹമിനെ കുറിച്ചല്ല, അദ്ദേഹത്തെ പോലെയല്ല. അലക്സാണ്ടർ ചക്രവർത്തി ഒരു ഫാക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പ് രേഖപ്പെടുത്തിയ 3 വസിയ്യത്തുകളുണ്ട്. ഭയങ്കര അത്ഭുതമാണ്. ഞാൻ സത്യത്തിൽ അത് വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി. വല്ലാത്ത സംഗതിയാണ്. അദ്ദേഹം തൻ്റെ സേനാനായകനെ വിളിച്ച് മരണശയ്യയിൽ കിടന്ന് തൻ്റെ അന്ത്യാഭിലാഷങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി പറയുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട് സേനാനായകനോട്, ഇനി ഞാൻ കൂടുതൽ കാലം ജീവിക്കില്ല, എൻ്റെ മരണം അടുത്തിരിക്കും. നമുക്കറിയാം അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച മനുഷ്യനാ. അത്ര വലിയ ഇന്നത്തെ ഈ ചക്രവർത്തിമാരെ പോലെ ഒന്നുമല്ല, ഇങ്ങനെയൊന്നുമല്ല അദ്ദേഹം ചെയ്തത്. എന്നിട്ട് അദ്ദേഹം പറയാം, എനിക്ക് ചില അന്ത്യാഭിലാഷങ്ങളുണ്ട്, അത് നീ നടപ്പിലാക്കണമെന്ന്. സേനാനായകൻ വളരെ ഉത്തരവാദിത്ത ബോധമുള്ള ആളായിരുന്നു. അദ്ദേഹം ചക്രവർത്തിയുടെ അന്ത്യാഭിലാഷങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തി. അതിൽ ഒന്നാമത്തെ അന്ത്യാഭിലാഷം എന്തായിരുന്നു എന്നറിയോ? എന്നെ മറവ് ചെയ്യുമ്പോൾ എന്നോടൊപ്പം എന്നെ ചികിത്സിച്ച ഡോക്ടറെയും വൈദ്യനെയും മറവ് ചെയ്യണം. എന്നെ മറവ് ചെയ്യുമ്പോൾ അതേ ഖബറിൽ എന്നെ ചികിത്സിച്ച എൻ്റെ വൈദ്യനെയും മറവ് ചെയ്യണം. എഴുതി വെച്ചു ഇയാൾ. രണ്ടാമത്തെ അഭിലാഷം അദ്ദേഹം പറഞ്ഞത്, ഇക്കാലം അത്രയും ഞാൻ സമ്പാദിച്ച ഒരുപാട് സ്വർണ്ണക്കട്ടികളുണ്ട്, രത്നങ്ങളുണ്ട്, ആഭരണങ്ങളുണ്ട്, വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ട്. ഇതൊക്കെ തൻ്റെ ശവം വഹിച്ചു കൊണ്ടുപോകുന്ന ഘോഷയാത്രക്കിടെ വഴിയിൽ വിതരണം എന്ന്. ഒന്നുപോലും കൊട്ടാരത്തിൽ ബാക്കി വെക്കരുത്, ഒക്കെ വാരി വിതരണം എന്ന് പറഞ്ഞു. സേനാനായകൻ അതും എഴുതി വെച്ചു. മൂന്നാമത്തെ തൻ്റെ അഭിലാഷം, തൻ്റെ ശവം കൊണ്ടുപോകുമ്പോൾ 2 കൈകളും ശവപ്പെട്ടിയിൽ നിന്ന് പുറത്തേക്ക് തൂക്കിയിടണമെന്നായിരുന്നു. അതും ഇയാൾ എഴുതി വെച്ചു എന്ന് മാത്രമല്ല, ഈ സേനാനായകന് ഇയാളുടെ അഭിലാഷങ്ങളൊക്കെ അല്ലെങ്കിൽ വസിയ്യത്തൊക്കെ വല്ലാത്ത വിചിത്രമായി തോന്നി. പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഇദ്ദേഹം വളരെ ഗൗരവത്തോടു കൂടി എഴുതാനിരുന്നത് ഭരണത്തെക്കുറിച്ച്, ഭരണകൂടത്തെക്കുറിച്ച്, തൊട്ടടുത്തുള്ള ഭരണാധികാരിയെക്കുറിച്ചൊക്കെ വല്ലതും പറയുമെന്ന വിചാരത്തോടു കൂടിയാണ്. അമ്പരപ്പുണ്ടായി ഈ സേനാനായകന്. അദ്ദേഹം വളരെ ആദരപൂർവം, അതിലേറെ ജിജ്ഞാസയോടുകൂടി ചോദിച്ചു, അങ്ങയുടെ ആഗ്രഹങ്ങൾ വളരെ വിചിത്രമാണ്, എങ്കിലും അത് നടപ്പാക്കുന്ന വിഷയത്തിൽ ഞാനൊരു വീഴ്ചയും വരുത്തുകയില്ല. പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അറിയാൻ, എന്തുകൊണ്ടാണ് ഈ താല്പര്യം, എന്താണ് ഈ വസിയ്യത്തിൻ്റെ പിറകിലുള്ളത്?
അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷമെന്നാണ് ചരിത്രകാരന്മാർ ഇതിനെ രേഖപ്പെടുത്തുന്നത്. ഈ ഒരു ഡയലോഗിനെ നമുക്കുള്ള വലിയൊരു പാഠമായിരുന്നു അത്. അദ്ദേഹം അതിൻ്റെ പൊരുൾ പറഞ്ഞു. ഒന്നാമത്തേത്, എന്നെ ചികിത്സിച്ച വൈദ്യനെ എൻ്റെ കൂടെ മറവ് ചെയ്യണമെന്നല്ലേ. അതെന്തിനാന്ന് ചോദിച്ചാൽ അതിനൊരു വലിയ അർത്ഥമുണ്ട്. അത് ആയുസ് അവസാനിക്കുമ്പോൾ വൈദ്യശാസ്ത്രം കൈമലർത്തും എന്ന് പറയാനാണ്. വൈദ്യശാസ്ത്രം നിശ്ചയിക്കപ്പെട്ട അവധിയുടെ മുമ്പിൽ കൈമലർത്തും എന്ന് മനുഷ്യവംശത്തെ എനിക്ക് ബോധ്യപ്പെടുത്തണം. അതെനിക്ക് ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. ആയുസ് നീട്ടിക്കൊണ്ടുപോകാൻ വൈദ്യശാസ്ത്രത്തിന് സാധ്യമല്ല. അദ്ദേഹം പറഞ്ഞതാ. വൈദ്യനും മരണമുണ്ട്, മരണമില്ലാത്ത ഒന്നേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര കൃത്യമാണ്. സാധ്യമല്ലല്ലോ ഒരു മനുഷ്യൻ. നിശ്ചയിച്ച അവധിയാണ്. അത് വന്നാൽ അങ്ങോട്ടോ അങ്ങോട്ടോ ഒരു സെക്കൻഡ് സമയം സാധ്യമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തൊക്കെ ഇൻസ്ട്രുമെൻസും ടെക്നോളജിയും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. മനുഷ്യന് കൃത്രിമമായി ജീവൻ നിലനിർത്താനുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ ഇന്നത്തെ മുസ്ലിം ലോകത്തിട്ട് ഏറ്റവും വലിയ ചർച്ച എന്താണെന്ന് അറിയുമൊക്കെ, അത് ഈ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചാൽ അത് യഥാർത്ഥ ഡെത്താണോ അല്ലേ എന്നതാണ്. ബ്രെയിൻ ഡെത്ത് നമ്മളെ വാപ്പപ്പന്മാരൊന്നും കേൾക്കാത്തൊരു സാധനമായിരിക്കും. അത് ഒരു സംവിധാനമാണ്. അത് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചാൽ യഥാർത്ഥ ഡെത്താകോ ഇല്ലേ എന്നുള്ളത് അത്രമാത്രം ചർച്ച ചെയ്യാവുന്ന ഒരു 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 പ്രതലത്തിലേക്ക് ശാസ്ത്രം വികസിച്ചു. പക്ഷേ ഒരു സെക്കൻഡ് സമയം കൊടുക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? സാധ്യമല്ല. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ വസിയ്യത്ത് വാരി വിതരണം എന്നാണല്ലോ. സമ്പാദിച്ചത് മുഴുവൻ, തൻ്റെ ആയുഷ്കാലം കൊണ്ട് വെട്ടിപ്പിടിച്ച സമ്പത്തെല്ലാം അർത്ഥശൂന്യമാണ് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ സ്വർണ്ണക്കട്ടികളും രത്നങ്ങളുമൊക്കെ വാരി വിതരാൻ പറഞ്ഞത്. കൂടി വന്നാൽ എൻ്റെ ശവക്കുഴി വരെ മാത്രമേ സമ്പാദ്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അത് ബോധ്യപ്പെടുത്തണം. സമ്പാദിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ നിഷ്ഫലമാണെന്ന് എനിക്ക് സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. അതിനു വേണ്ടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര കൃത്യമായാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ തത്വം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. മൂന്നാമത്തേത്, തൻ്റെ കൈകൾ പുറത്തേക്കിട്ട് തൻ്റെ ശവം കൊണ്ടുപോകണം എന്നാണല്ലോ. ഭൂമിയിലേക്ക് പിറന്നു വീണപ്പോൾ എങ്ങനെയാണോ അതുപോലെ മടങ്ങുമ്പോഴും കൈകൾ ശൂന്യമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അലക്സാണ്ടർ ചക്രവർത്തി വെട്ടിപ്പിടിക്കാത്ത രാഷ്ട്രങ്ങളില്ല. പക്ഷെ എന്നിട്ടും അലക്സാണ്ടർ ചക്രവർത്തി പോകുന്നത് ശൂന്യമായ കൈകളുമായാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് ശവപ്പെട്ടിയിൽ നിന്ന് കൈകൾ പുറത്തേക്ക് തൂക്കിയിടണമെന്ന് ചക്രവർത്തി പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ചിന്തിക്കണ്ടേ? ഇതൊരു കഥയായി വായിച്ചു പോയാൽ മതിയോ? ചരിത്രമായി വായിച്ചു പോയാൽ മതിയോ? അത് പോരല്ലോ. അവിടേക്കാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ എത്തേണ്ടത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്തരം കഥകളൊന്നും പറഞ്ഞ് സമയം കളയേണ്ടവരല്ല. പക്ഷേ ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നമ്മൾ ഓർക്കണം സഹോദരന്മാരെ, സമയം കഴിഞ്ഞു പോവുകയാണ്. നമ്മളെ കാത്തു നിൽക്കാത്ത ഒരു സാധനമുണ്ടെങ്കിൽ അത് സമയം മാത്രമാണ്. വേറെ ആര് വേണമെങ്കിലും നമ്മളെ കാത്തു നിൽക്കൂല സമയം. നമ്മൾ ചിന്തിക്കണം, ഒരു ഇമ വെട്ടുന്ന സമയം പോലും ഇല്ലല്ലോ. കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസു ഇല്ലാ അശിയതൻ ഔ ദുഹാഹാ. കേൾക്കുമ്പോൾ നമുക്ക് എന്തേലും തോന്നാറുണ്ടോ? ലം യൽബസു ഇല്ലാ അശിയതൻ ഔ ദുഹാഹാ. 70 80 വയസ്സ് ജീവിച്ചാലും അവസാനിക്കുമ്പോൾ നമുക്ക് തോന്നുക ഒരു വൈകുന്നേരം അത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രഭാതം അത്രയേ ഉള്ളൂ. എവിടെ പോയി നാം ജീവിച്ച നീണ്ട വർഷങ്ങൾ? 60-70 വർഷം ജീവിച്ചില്ലേ? എവിടെ പോയി? അതിലെ മണിക്കൂറുകളും സെക്കൻഡുകളുമൊക്കെ എവിടെ പോയി? ഒന്നും ഉണ്ടാവില്ല. യൗമ യൻളുറുൽ മർഉ മാ ഖദ്ദമത് യദാഹ്.
ഓ, വല്ലാത്തൊരു വാക്കാ. വയഖൂലുൽ കാഫിർ യാ ലൈതനി കുൻതു തുറാബ. കേട്ട് കേട്ട് നമുക്ക് തഴമ്പിച്ചു പോയതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാറില്ല. യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാ. മനുഷ്യൻ ചിന്തിക്കണം, എന്താ ചെയ്തത്, എന്താ ചെയ്തു വെച്ചത്, എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ. എപ്പോ? ഫഇദാ ജാഅത്തിത് താമ്മത്തുൽ കുബ്ര. അസഹ്യമായ ഒരു ശബ്ദമാണ് താമ്മത്തുൽ കുബ്ര. അസഹ്യമായ ഒരു ശബ്ദം. അത് അന്ത്യസമയത്തെ ഓർമ്മിപ്പിക്കുന്ന ശബ്ദമാണ്. അത് ഓരോരുത്തർക്കും വരും. അത് വരുമ്പോ യൗമ യതദക്കറുൽ ഇൻസാൻ മാ സഅ. എന്തുണ്ട്, ഞാൻ അധ്വാനിച്ചത് എന്തുണ്ട് എൻ്റെ കയ്യിൽ എനിക്ക് കൊണ്ടുപോകാൻ? നിങ്ങൾ ആലോചിക്കണം. ആ സെക്കൻഡിനെ കുറിച്ച് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ പുതിയൊരു സയൻസ് വന്നിട്ടുണ്ട്. നിയർ ഡെത്ത് എക്സ്പീരിയൻസാ എന്ന് വെച്ചാൽ മരണത്തിൻ്റെ തൊട്ട് മുമ്പുള്ള സെക്കൻഡുകൾ എപ്രകാരമായിരിക്കും എന്നതിൻ്റെ എക്സ്പീരിയൻസ് ആലോചിക്കാൻ കഴിയുന്നുണ്ടോ നമുക്ക്? അവിടേക്ക് എത്തി സമൂഹം. ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസിൽ ഈ വചനം പരാമർശിക്കുന്നുണ്ട്. എന്താ അടുത്ത സെക്കൻഡ്? ഈ ശബ്ദം വരും. അത് കാതടപ്പിക്കുന്ന ശബ്ദമായിരിക്കും. ആ കാതടപ്പിക്കുന്ന ശബ്ദം വരുമ്പോൾ ആദ്യം നമ്മൾ ആലോചിക്കുക എന്താ എൻ്റെ കയ്യിലുള്ളതെന്ന. യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ. തൊട്ടടുത്തത് ആദ്യത്തേത് നോക്കൂ, ഒരു ഓഡിയോ ആണെങ്കിൽ തൊട്ടടുത്തത് വിഷ്യനാ. വബുർരിസത്തിൽ ജഹീമു ലിമൻ യറാ. വബുർരിസത്തിൽ ജഹീമു ലിമൻ യറാ. കാണേണ്ടവന് അവന്റെ മുമ്പിൽ ജഹീം പ്രദർശിപ്പിക്കപ്പെടുകയാണ്. യാ റബ്ബ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഫഅമ്മാ മൻ തഗ. അത് പ്രദർശിപ്പിക്കുന്നവനെ പേടിപ്പിക്കാനല്ല. ഫഅമ്മാ മൻ തഗ വആസറൽ ഹയാത്തദ് ദുനിയ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവ. അല്ലാഹു പറയാ, അത് പ്രദർശിപ്പിക്കുന്നത് എന്തിനാ? പേടിപ്പിക്കാനല്ല, അവനോട് പറയാനാണ്. അവൻ അതിക്രമം ചെയ്ത് നേർക്ക് നേരെയല്ലാതെ ചിന്തിക്കാതെയാണ് ജീവിച്ചതെങ്കിൽ, അങ്ങനെ ഈ മനുഷ്യൻ ഓടിയതുപോലെ നമ്മുടെ കഥയിലെ കഥാപുരുഷൻ ഓടി ഓടി തളർന്ന അവസാനം അവന് കിട്ടിയത് എന്താ കണ്ടല്ലോ. അങ്ങനെയാണ് ഓടിയതെങ്കിൽ അതാണ് വആസറൽ ഹയാത്തദ് ദുനിയ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവ. അവന് പോകാനുള്ളത് ജഹീമിലേക്കായിരിക്കും. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. രണ്ട് ചിത്രം കൃത്യമായി പറഞ്ഞു. എന്നാൽ ഒരുത്തൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം അവൻ ഉള്ളിലുണ്ടാക്കി, അള്ളാഹുവിൻ്റെ സ്നേഹം തനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം അവനിലുണ്ടായി. ആ ഭയം കാരണം തെറ്റുകളിൽ നിന്ന് അവനെ തന്നെ തടഞ്ഞു നിർത്തി. വനഹൻ നഫ്സ അനിൽ ഹവ. എപ്പോഴാണ് തടഞ്ഞു നിർത്തുക? നമ്മൾ ആലോചിക്കണം. അതൊരു സിംഹത്തെപ്പോലെ റബ്ബിനെ പേടിപ്പിച്ചാൽ തടഞ്ഞു നിർത്തൂല. റബ്ബിന്റെ സ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയമാണ് നമ്മുടെ ഉള്ളിൽ അങ്കുരിക്കേണ്ടത്. നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ആ ഒരു ചിന്തയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദുനിയാവിലുള്ള പലരുടെയും സ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം എൻ്റെ ഉള്ളിലില്ലേ? ഇല്ലേ? എൻ്റെ ബോസിൻ്റെ, എൻ്റെ ഇമ്മീഡിയറ്റ് ബോസിൻ്റെ, അല്ലെങ്കിൽ എൻ്റെ മുതലാളിയുടെ, അല്ലെങ്കിൽ എൻ്റെ നമ്മൾ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന പലരുടെയും സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭീതി നമ്മുടെ ഉള്ളിലില്ലേ? പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളേറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട, നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവരേറ്റവും കഠിനമായ സ്നേഹമുണ്ടാകേണ്ടത് അള്ളാഹുവിനോടാണെന്ന് പറഞ്ഞ ആ സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭീതി ഒരാളുടെ ഉള്ളിൽ വന്നാൽ മാത്രമേ വനഹൻ നഫ്സ അനിൽ ഹവാ, അപ്പോഴേ നമുക്ക് നമ്മുടെ ദേഹേച്ഛകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ. അപ്പോഴേ നമ്മുടെ ജീവിതത്തിന് ധർമ്മമുണ്ടാകൂ. അപ്പോഴാണ് ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. അപ്പോഴാണ് ജന്നത്ത് നമുക്ക് മഅവയായി മടങ്ങിച്ചെല്ലാനുള്ള കേന്ദ്രമായി ജന്നത്ത് മാറുക. ഇതിലേക്ക് എത്തണം സഹോദരന്മാരെ. ഇതിനായിരിക്കണം നമ്മൾ ചിന്തിക്കണം, ചോദിക്കണം. നമുക്ക് ഒരു ദിവസം വരും, അലിമത്ത് നഫ്സും മാ അഹ്ദറത്, അലിമത്ത് നഫ്സും മാ അഹ്ദറത്.
ഓരോ മനുഷ്യനും കൊണ്ടുപോയത് എന്തെന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസം. അലിമത്ത് നഫ്സും മാ ഖദ്ദമത് വഅഖറത്. എത്ര സ്ഥലങ്ങളിലാ. ഞാനിതൊക്കെ സൂചിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ്. ഒരു പുതിയ വർഷത്തിൻ്റെ മുഹറമിൻ്റെ തുടക്കം നമുക്ക് ഒരു തുടക്കമാകണം. നമ്മുടെ ജീവിതത്തിനൊരു ചേഞ്ച് വരാനുള്ള തുടക്കമാകണം. മുഹറം നൽകേണ്ട ഏറ്റവും വലിയ സന്ദേശം അതാണ്. ആലോചിക്കണം സഹോദരന്മാരെ, ആരാണ് ഭാഗ്യവാൻ എന്നറിയോ? ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ ഇത്തരം ചിന്തകളിലൂടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കാൻ ആർക്ക് സാധിച്ചുവോ അവനാണ് ഭാഗ്യവാൻ. അതാണ് യഥാർത്ഥ ഭാഗ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരു വചനമുണ്ട്, ഭയങ്കര രസമുള്ളൊരു വചനമാണ്. ആ വചനത്തിൽ ഒരു വാക്ക് അള്ളാഹു 2 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. ആദ്യവും പറയുന്നുണ്ട്, അവസാനവും പറയും. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സഫിക്സായും പ്രഫിക്സായും പറയുന്ന ഒരു വാക്ക്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. എത്ര സൗന്ദര്യമുള്ളൊരു വാക്കാണ് എന്നറിയത്. യാ അയ്യുഹല്ലദീന ആമനു, സ്നേഹത്തോടു കൂടി വിളിച്ചിട്ട് വരാം. ഇത്തഖുല്ലാഹ, ഒരേ വാക്കില, ഒരു ശ്വാസത്തിലാ. ഇത്തഖുല്ലാഹ. എന്താണ് നമ്മൾ മനസ്സിലാക്കിയ തഖ്വ? താടിയുടെ നീളമാണോ? തലപ്പാവിൻ്റെ വലിപ്പമാണോ? കുപ്പായത്തിൻ്റെ രൂപമാണോ? നിസ്കാരത്തഴമ്പാണോ? അള്ളാഹു പറയുന്നുണ്ട് എന്താ തഖ്വാൻ? വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. തൻ്റെ ഒറിജിനൽ ജീവിതത്തിലേക്ക്, നാളേക്ക് വേണ്ടി കൊണ്ടുപോകാൻ അവൻ്റെ കയ്യിൽ എന്തുണ്ട്? ആ ചിന്തയുടെ പേരാ തഖ്വ. എന്തെങ്കിലും ഉണ്ടോ? ഒന്നാലോചിച്ച് നോക്കൂ. മക്കൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കുടുംബത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്, ഒരുപാട് ബാലൻസുകളെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. നമ്മുടെയൊക്കെ കണക്ക് പുസ്തകത്തിൽ ഒരുപാട് എഴുതി വച്ചിട്ടില്ലേ? അള്ളാഹുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ഉണ്ടാക്കി വെച്ച വല്ല കണക്കും നമ്മുടെ കണക്ക് പുസ്തകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. നോക്കൂ, വീണ്ടും പറയുന്നത് വത്തഖുല്ലാഹ 2 പ്രാവശ്യം. എന്തിനാ? ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ? ഇതിവിടെ രേഖപ്പെടുത്തി വെച്ചതല്ലേ? വീണ്ടും മനുഷ്യൻ വായിക്കൂലേ? എന്തിനാ ആവർത്തിച്ച തഖ്വല്ലാഹ് എന്ന് പറഞ്ഞത്? നമ്മളെ ഓർമ്മിപ്പിക്കുവാനാണ്, നമ്മൾ ചിന്തിക്കാനാ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു അറിയുന്നില്ല എന്ന്. സൂക്ഷ്മമായി അറിയും. എന്നിട്ടൊരു ഉപദേശമാണ്, വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്. അള്ളാഹുവിനെ വിസ്മരിച്ചതുപോലെ മറന്നതുപോലെയുള്ള ആളുകളായി നിങ്ങൾ മാറരുത്. ഫഅൻസാഹും അൻഫുസഹും. ഇതൊക്കെ കേട്ടിട്ടും അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു ചിന്ത ഉള്ളിലേക്ക് കയറി വരാത്തതിൻ്റെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ മറക്കുക. ആലോചിച്ച് നോക്കി, ഞാൻ എന്നെ മറക്കുകയാണ്, ഞാനൊരു കത്തിയെടുത്ത് എന്നെ കൊത്തുകയാണ്. അതാണ്. അതുകൊണ്ട് ആ തെറ്റ് ചെയ്യുന്നതിന് ഖുർആൻ പറഞ്ഞ പ്രയോഗം മുഴുവൻ ളുൽമുൻ നഫ്സ് എന്നാ. ളുൽമുൻ നഫ്സ്, എൻ്റെ നഫ്സിനെ ഞാൻ ദ്രോഹിക്കുകയാണ്. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ് ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. അവരല്ലേ താന്തോന്നികൾ. ഏറ്റവും വലിയ താന്തോന്നികൾ ആരാ? എനിക്ക് എന്നെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ ഉപദേശമാണ്, ലാ യസ്തവി അസ്ഹാബുൻ നാർ അസ്ഹാബുൽ ജന്ന അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. സ്വർഗവും നരകവും സമമല്ല, സ്വർഗാവകാശികളും നരകാവകാശികളും സമമല്ല. സ്വർഗാവകാശികൾ മാത്രമേ വിജയിക്കൂ. നിങ്ങൾ ആലോചിക്കൂ, എത്ര മനോഹരമായാണ് ഇത് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ സഹോദരന്മാരെ, ഈ മുഹറമിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ തുടക്കമാകാൻ പോകുന്ന സമയത്ത് നമ്മൾ ഇരുന്ന് ചിന്തിക്കേണ്ടത് അതാണ്. നമുക്കൊരു മാറ്റമുണ്ടാക്കാൻ സാധിക്കണം നമ്മുടെ ജീവിതത്തിൽ. ആ മാറ്റത്തിന് വേണ്ടിയാണ് മുഹറമിനെ സംവിധാനിച്ചിട്ടുള്ളത്. അതാണ് മുഹറമിൻ്റെ സവിശേഷതയും അതാണ്. മുഹറം എന്ന പദം തന്നെ പവിത്രതയെയാണ് സൂചിപ്പിക്കുന്നത്. പവിത്രമാണ് ആ മാസം. ആ മാസം മാത്രമല്ല, അള്ളാഹു സൃഷ്ടിച്ച 12 മാസങ്ങളെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ. നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ കലണ്ടറിൽ കാണുന്ന 12 മാസം ആരോ ഉണ്ടാക്കിയതല്ല എന്ന്. ഗ്രിഗേറിയൻ കലണ്ടർ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഹിജ്റ കലണ്ടർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുന്ന കലണ്ടർ നമ്മുടെ സൃഷ്ടിയല്ല. അല്ല, അള്ളാഹ് പറയാ ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ. അതെന്ന് തുടങ്ങി? അത് ഫീ കിതാബില്ലാ,
അത് 12 മാസമാണെന്നത് അള്ളാഹുവിന്റെ രേഖയിലുണ്ട് എന്ന് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അന്ന് മുതൽ. യാ സലാം, ആലോചിച്ചു. ഇതാരെങ്കിലും കണ്ടുപിടിച്ചൊന്നുമല്ല ഇത്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ റബ്ബ് എഴുതി വെച്ചതാണത്. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസം ഹുറുമുള്ളതാണ്, പവിത്രമാണ്. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് ഒറിജിനൽ ദീൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫലാ തുളിമു ഫീഹിന്ന അൻഫുസകും, ആ 4 മാസങ്ങളിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളെ തന്നെ ദ്രോഹിക്കരുതേ എന്ന് പ്രത്യേകം പറയുകയാണ്. പവിത്രമായ 4 മാസങ്ങൾ. ആ 4 മാസങ്ങൾ ഏതാ? ദുൽഖഅദ നമ്മളിവിടെ കഴിഞ്ഞുപോയി. ദുൽഹിജ്ജ അവിടെയാണ് നമ്മളുള്ളത്. മുഹറം, വലിയ അത്ഭുതം എന്താ പറയുക നിങ്ങൾക്ക്? ദുൽഹിജ്ജയിൽ വർഷം അവസാനിക്കുന്നു, മുഹറത്തിൽ വർഷം ആരംഭിക്കുന്നു. അവസാനിക്കുന്നതും ആരംഭിക്കുന്നതും പവിത്രമായ മാസങ്ങളെ കൊണ്ടാണ്. അല്ലെങ്കിൽ അള്ളാഹു അങ്ങനെയാണ് സംവിധാനിച്ചിട്ടുള്ളത്. 4മത്തേത് റജബാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമ്മളെ പഠിപ്പിച്ചു തന്നു. ഈ മുഹറം മാസം അതിനെ അള്ളാഹു ഷഹ്റുല്ലാ എന്ന് ചേർത്താ പറഞ്ഞത്. ഷഹ്റുല്ലാ, അള്ളാഹുവിലേക്ക് ചേർത്താ പറഞ്ഞത്. അള്ളാഹുവിലേക്ക് ചേർത്താൽ എന്താ? ബൈത്തുല്ലാ, പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ പള്ളിയുടെ പവിത്രത നമ്മുടെ ഉള്ളിൽ വരുന്നില്ലേ? അതുപോലെയാണ് ഷഹറുല്ലാ. ഷഹറുല്ലാഹിൽ മുഹറമാണ്. ഷഹറുല്ലാഹിൽ മുഹറം. നമുക്ക് ഒന്നൊരുങ്ങണം. പവിത്രമായ ഒരു മാസത്തെ ഈ രീതിയിൽ നമുക്ക് അള്ളാഹു സംവിധാനിച്ച് തന്നിട്ടുള്ളത് അതിനാണ്. പവിത്രത, അള്ളാഹു ബഹുമാനിച്ചതിനെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ തഖ്വയുടെ അടയാളമാണ്. വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അതാണ്. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ തഖ്വയുടെ അടയാളമാണ്. നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ചിരുന്നു ഈ മുഹറമിൽ. കാരണം എന്തിനാന്ന് ചോദിച്ചാൽ തുടക്കം നന്നാകാൻ വേണ്ടിയാണ്. അതാണ് അഫ്ദലു സിയാം ബഅദ ശഹ്രി റമദാൻ സിയാമു ശഹ്രില്ലാഹിൽ മുഹറം, റസൂലുള്ളാഹിന്റെ വാക്കാ. റമദാൻ ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പനുഷ്ഠിക്കേണ്ടത് അള്ളാഹുവിൻ്റെ മാസമായ മുഹറമിലായിരിക്കണം എന്ന്. എന്തിനാ? അതങ്ങനെയാണ്. നമ്മൾ അങ്ങനെ വേണം. നമ്മൾ നോക്കൂ, അള്ളാഹുവിൻ്റെ കൽപ്പന ഫലാ തുളിമു ഫീഹിൻ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ ദ്രോഹിക്കരുത് എന്ന് പറഞ്ഞു. പാപങ്ങൾ ചെയ്ത് സ്വന്തം ദേഹങ്ങളോട് അതിക്രമം കാട്ടരുത് എന്നർത്ഥം. പകരം എന്ത് ചെയ്യണം? നന്മകൾ ചെയ്യണം. അതിക്രമം പ്രവർത്തിക്കുകയല്ല വേണ്ടത്, നന്മകൾ ചെയ്യണം. ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകളിൽ മനുഷ്യനെ വിമലീകരിക്കാൻ, വിശുദ്ധീകരിക്കാൻ പറ്റിയ ഏറ്റവും വലിയ നന്മ എന്നതിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നോമ്പിനെ കണ്ടത്. അത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം. മുഹറം പവിത്രമാണ്, ആദരിക്കേണ്ട മാസമാണ്. അത് ശകുനത്തിൻ്റെ മാസമല്ല. മുസ്ലിം സമുദായത്തിൽ പലരും അത് നഹ്സായ കാണുന്നത്. കല്യാണമൊക്കെ തീരുമാനിക്കുന്നത് മുഹറം കഴിയട്ടെ എന്നാണ്, അല്ലെങ്കിൽ മുഹറം 10 കഴിയട്ടെ എന്നാണ്. ആദ്യത്തെ 10 ദിവസങ്ങൾ ശകുനമാണത്രേ. റസൂലുള്ള പറഞ്ഞത് ആ ദിവസങ്ങളിൽ നോമ്പ് നോക്കാനാ. അന്ന് മനുഷ്യന് വിവാഹം കഴിക്കൂല, വീടുണ്ടാക്കൂല, വീട്ടിൽ താമസം ആരംഭിക്കൂല, ഒരു നല്ല കാര്യം ചെയ്യൂല. എന്താ പറഞ്ഞത്? അത് ദുശകുനമാണ് എന്ന്. സുബ്ഹാനല്ലാഹ്, എവിടുന്ന് കിട്ടി? ചരിത്രം പരിശോധിച്ചാൽ കാണാം എവിടുന്ന് കിട്ടി. ദിവസങ്ങൾക്കൊന്നും ശകുനല്ല. നമുക്ക് എല്ലാ ദിവസവും നല്ല ദിവസാ. ചൊവ്വാഴ്ച ഒരു മോശമായ ദിവസമാണോ? അല്ല, എല്ലാ ദിവസവും ഒരേ മാതിരിയാ. എല്ലാ ദിവസവും ഒരു മാസത്തെയോ ഏതെങ്കിലും ഒരു ദിവസത്തെയോ നമ്മൾ ദുഷിച്ചു പറഞ്ഞുകൂടാ. റസൂലുള്ളാഹിന്റെ വാക്കാ, ലാ തസുബ്ബുദ്ദഹർ ഫഇന്നല്ലാഹ ഹുവദ്ദഹർ. നീ കാലത്തെ ചീത്ത വിളിക്കരുത്, പഴി പറയരുത്. കാലം അള്ളാഹുവാണ്. കാലം, സുബ്ഹാനല്ലാഹ്, അള്ളാഹുവാണ് കാലം. അപ്പൊ കാലത്തെ പറഞ്ഞാൽ, ദിവസത്തെ പറഞ്ഞാൽ, ഒരു ദിവസത്തെ നമ്മൾ ശകുനമാക്കിയാൽ അള്ളാഹുവിനെ ശകുനമാക്കി എന്നർത്ഥം. ഒരു ദുശകുനവും ഇസ്ലാമില്ല, മനസ്സിലാക്കണം. കറുത്ത പൂച്ച ഓടിയാൽ നമുക്ക് ശകുനമാണ്, അല്ലേ? നേരം വെളുക്കുമ്പോൾ ഏതെങ്കിലും പ്രത്യേകമായൊരു, ഞാൻ പക്ഷികളുടെ പേര് പറയണില്ല, ആ പക്ഷി വന്നാൽ ശകുനമാണ്. നിങ്ങൾ ആലോചിച്ചു, ഇടയ്ക്ക് വെച്ച് യാത്ര എന്തെങ്കിലും ഒന്ന് വീട്ടിൽ മറന്നു വെച്ച് തിരിച്ച് എടുക്കാൻ വേണ്ടി പോയാൽ ശകുനമാണ്. എവിടുന്ന് വന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി ഒരു കാര്യം പറഞ്ഞു. നമ്മൾ ഗൗരവത്തോടുകൂടി ഇത് കേൾക്കണം.
അതാണ് നബി തിരുമേനി പറഞ്ഞു, മൻ റദ്ദത്ഹു തൈറത്തു മിൻ ഹാജത്തിൻ ഫഖദ് അശ്റക്. മൻ റദ്ദത്ഹു തൈറത്തു ഫീ ഹാജത്തിൻ ഫഖദ് അശ്റക്. ആരുടെങ്കിലും ആവശ്യം ദുശ്ശകുനത്താൽ തടയപ്പെട്ടുവെങ്കിൽ അവൻ ശിർക്ക് ചെയ്തവനാണ്. കുറച്ച് ഗൗരവമുള്ളതാ, നിസ്സാരമല്ല. ദുശ്ശകുനത്താൽ തടയപ്പെടുക, കല്യാണം വേണ്ട, വീട് കൂടണ്ട, യാത്ര പോകണ്ട, എന്താ കാര്യം? ഇതാ ഫഖദ് അശ്റക്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ കഫാറത്തു ദാലിക്. ചെയ്തു പോയി റസൂലേ, എന്ത് ചെയ്യണം ഇനി? പ്രായശ്ചിത്തം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും ചെയ്താൽ യഖൂല അഹദഹും അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക് വലാ തൈറ ഇല്ലാ തൈറുക് വലാ ഇലാഹ ഗൈറുക്. 3 പദം പറയണം. അത് വെറുതെ പറയല്ല. പ്രാർത്ഥനകളൊന്നും വെറുതെ നാവുകൊണ്ട് പറയേണ്ടതല്ല, നമ്മുടെ ഉള്ളിൽ അത് വേണം. എന്താ വേണ്ടത്? അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക്. അല്ലാഹുവേ, നിന്റെ നന്മയല്ലാതെ ഒരു നന്മയും ഇല്ല. നിന്റെ നന്മയല്ലാതെ ഒരു നന്മയുമില്ല. വലാ തൈറ ഇല്ലാ തൈറുക്. നിന്റെ ശകുനമല്ലാതെ ഒരു ശകുനവുമില്ല. വലാ ഇലാഹ ഗൈറുക്. നീ അല്ലാതെ ഒരു ഇലാഹുമില്ല. ശ്രദ്ധിച്ചോളൂ എല്ലാവരും. നമുക്കൊക്കെ പറ്റുന്ന അബദ്ധമാണ്, സമൂഹത്തിന് പറ്റുന്ന അബദ്ധമാണ്. ഇതാണ് അതിൻ്റെ കഫാറത്ത്. അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക്. അല്ലാഹുവേ, നിന്റെ നന്മയല്ലാതെ ഒരു നന്മയുമില്ല. വലാ തൈറ ഇല്ലാ തൈറുക്. നിന്റെ ശകുനമല്ലാതെ ഒരു ശകുനവുമില്ല. വലാ ഇലാഹ ഗൈറുക്. നീ അല്ലാതെ ഒരു ഇലാഹുമില്ല. എൻ്റെ കൂട്ടരെ, സുബ്ഹി നമസ്കാരം ജമാഅത്തായിട്ട് നമസ്കരിച്ചാൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാ എന്ന് റസൂലുള്ള പഠിപ്പിച്ചപ്പോൾ, അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്, കാവലിലാണ് അവരെന്ന് പഠിപ്പിച്ചപ്പോൾ, പിന്നെ നമ്മൾ കലണ്ടർ എടുത്ത് ശകുനം തരിക. നിങ്ങൾ ആലോചിക്കൂ, മുസ്ലിമിൻ്റെ പേരിൽ, ഇസ്ലാമിൻ്റെ പേരിൽ ഇറങ്ങുന്ന കലണ്ടറുകളിലൊക്കെ കാണാം ദുശകുനങ്ങൾ, ശകുനത്തിൻ്റെ ദിവസങ്ങൾ. ഏതാ? മുഹറമാ. സുബ്ഹാനല്ലാഹ്. ശ്രദ്ധിക്കണം സഹോദരന്മാരെ, ഇത് ശകുനം പറഞ്ഞിരിക്കേണ്ട സമയമല്ല. മുഹറം ജീവിതത്തിൽ നമ്മൾ തൗബ കൊണ്ട് തുടങ്ങുക. മുഹറം എന്നാണ് മുഹറം എന്ന് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും ശ്രദ്ധിക്കുക. ദുൽഹജ്ജ് 30 ഉണ്ടെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച മുഹറം 1 ദുൽഹജ്ജ് 30 ഉണ്ടെങ്കിൽ. ദുൽഹജ്ജ് 29 ആണെങ്കിൽ അടുത്ത വ്യാഴാഴ്ച മുഹറം 1. അതിപ്പോൾ പ്രഖ്യാപിക്കുന്നുണ്ടോ ഇല്ലേ നോക്കണം. എന്നിട്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുക. ഒരുപാട് സന്ദേശങ്ങൾ മുഹറമിനെ കുറിച്ച് പറയാൻ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ നമുക്ക് പൂർത്തീകരിക്കാം. ഇത് മുഹറമിനൊരു വലിയ ചരിത്രമുണ്ട്, ചില്ലറ ചരിത്രമല്ല. ഇതൊരു ഒരു 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 പ്രിഫെക്സ്, ആമുഖം മാത്രം പറഞ്ഞത്. വലിയ ചരിത്രമുണ്ട്. നമ്മുടെ വിശ്വാസത്തെ വിമലീകരിക്കുന്ന, നമ്മളെ നമ്മളാക്കുന്ന ഹൃദ്യമായ ആവേശകരമായ ചരിത്രമുണ്ട് മുഹറമിന്. അത് ശകുന എന്ന് പറഞ്ഞിരിക്കേണ്ട ഒന്നല്ല. അത് നമ്മൾ മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകണം. ഇത്രയും ഞാൻ പറഞ്ഞത് അതിനു വേണ്ടിയാണ്. നമുക്കൊരു മാറ്റം ഉണ്ടാകണം. നമ്മളിങ്ങനെ ക്ലാസ് കേട്ട് പോകേണ്ടവരല്ല, അല്ലെങ്കിൽ ഖുർആൻ കേട്ട് പോകേണ്ടവരല്ല. ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കണം. മാറ്റമുണ്ടാക്കണമെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഉറ്റാലോചിക്കണം. ചിന്തകളുണ്ടാകണം, ചർച്ചകളുണ്ടാകണം, സംസാരങ്ങളുണ്ടാകണം. ഞാൻ ഒരുപാട് കഥകൾ പറഞ്ഞത് ഒരു കഥ കേട്ട് നിങ്ങൾ പോകാനല്ല. ആ കഥകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് എത്തണം. അവിടെ വെച്ച് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകണം. അള്ളാഹു അങ്ങനെ മാറുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ദിവസവും നല്ല മാസവും നല്ല വർഷവുമൊക്കെയായി അള്ളാഹു നമുക്ക് ഇതിനെയൊക്കെ മാറ്റിത്തരുമാറാകട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ ഭയങ്ങളിൽ നിന്നും ഭീതികളിൽ നിന്നും നമ്മളെയും മുസ്ലിം സമൂഹത്തെയും അള്ളാഹുവിനെ കാത്തുരക്ഷിക്കണമേ. ഈ രാജ്യവും നമ്മുടെ എല്ലാ രാജ്യങ്ങളും അള്ളാഹുവെ നിൻ്റെ നിർഭയത്വം ലഭിക്കുന്ന രാജ്യമായി ഞങ്ങൾക്ക് നീ മാറ്റിത്തരണമേ. എല്ലാവിധ ഭീതികളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളെയും മുസ്ലിങ്ങളെ വിശേഷിച്ചും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവരെയും നീ പരാജയപ്പെടുത്തണമേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.